നമസ്കാരം. ഇന്നത്തെ ക്ലാസ്സിൽ വരുന്നത് കേരള നവോത്ഥാനം, കേരളത്തിലെ സാമൂഹ്യ പരിഷ്കർത്താക്കളുമായിട്ട് ബന്ധപ്പെട്ട പ്രധാന ഭാഗങ്ങളാണ്. പൊയ്കയിൽ യോഹന്നാൻ 1879 ടു 1939. പൊയ്കയിൽ യോഹന്നാൻ ജനിച്ചത് 1879 ഫെബ്രുവരി 17. പൊയ്കയിൽ യോഹന്നാൻ ജനിച്ചത് 1879 ഫെബ്രുവരി 17. പൊയ്കയിൽ യോഹന്നാൻ്റെ ബാല്യകാല നാമം കുമാരൻ. പൊയ്കയിൽ യോഹന്നാൻ്റെ ജന്മസ്ഥലം ഇരവിപേരൂർ, പത്തനംതിട്ട. പൊയ്കയിൽ യോഹന്നാൻ്റെ ജന്മസ്ഥലം ഇരവിപേരൂർ, പത്തനംതിട്ട. പുലയൻ മത്തായി എന്നറിയപ്പെട്ടിരുന്ന നവോത്ഥാന നായകനായിരുന്നു പൊയ്കയിൽ യോഹന്നാൻ. പുലയൻ മത്തായി എന്നറിയപ്പെട്ടിരുന്ന നവോത്ഥാന നായകൻ പൊയ്കയിൽ യോഹന്നാൻ. ഗുരുദേവൻ, പൊയ്കയിൽ അച്ചായൻ എന്നിങ്ങനെ അറിയപ്പെട്ടിരുന്നത് പൊയ്കയിൽ യോഹന്നാൻ. കുമാരഗുരുദേവൻ, പൊയ്കയിൽ അച്ചായൻ എന്നിങ്ങനെ അറിയപ്പെടുന്നത് പൊയ്കയിൽ യോഹന്നാനാണ്. പൊയ്കയിൽ യോഹന്നാൻ എന്ന പുസ്തകത്തിന്റെ രചയിതാവ് M.R. രേണുകുമാർ. പൊയ്കയിൽ യോഹന്നാൻ എന്ന പുസ്തകത്തിന്റെ രചയിതാവ് M.R. രേണുകുമാർ. പൊയ്കയിൽ യോഹന്നാൻ മരണമടഞ്ഞ വർഷം 1939 ജൂൺ 29. പൊയ്കയിൽ യോഹന്നാൻ മരണമടഞ്ഞ വർഷം 1939 ജൂൺ 29. കുര്യാക്കോസ് ഏലിയാസ് ചാവറ 1805 ടു 1871. കുര്യാക്കോസ് ഏലിയാസ് ചാവറ ജനിച്ചത് 1805 ഫെബ്രുവരി 10. കുര്യാക്കോസ് ഏലിയാസ് ചാവറ ജനിച്ചത് 1805 ഫെബ്രുവരി 10. കുര്യാക്കോസ് ഏലിയാസ് ജനിച്ച സ്ഥലം കൈനകരി, ആലപ്പുഴ. ജനിച്ച സ്ഥലം കൈനകരി, ആലപ്പുഴ. അനുഗ്രഹീത പുരോഹിത ശ്രേഷ്ഠൻ എന്നറിയപ്പെടുന്നത് കുര്യാക്കോസ് ഏലിയാസ് ചാവറ. ആദ്യത്തെ കേരളീയ വികാരി ജനറൽ കുര്യാക്കോസ് ഏലിയാസ് ചാവറ. വിദേശീയരുടെ സഹായമില്ലാതെ കോട്ടയത്ത് അച്ചടിശാല സ്ഥാപിക്കുവാൻ നേതൃത്വം നൽകിയത് കുര്യാക്കോസ് ഏലിയാസ് ചാവറയാണ്. ചാവറയച്ചൻ പുരോഹിത വൃത്തിയിൽ പ്രവേശിച്ച വർഷം 1829. സീറോ മലബാർ കത്തോലിക് പള്ളിയിൽ കുര്യാക്കോസ് ഏലിയാസ് ചാവറ വികാരിയായത് 1861. കുര്യാക്കോസ് ഏലിയാസ് ചാവറ മാന്നാനത്ത് സ്ഥാപിച്ച പ്രസ് സെന്റ് ജോസഫ് പ്രസ്. കേരളത്തിലെ മൂന്നാമത്തെ പ്രസ്സാണ് സെന്റ് ജോസഫ് പ്രസ്. സെന്റ് ജോസഫ് പ്രസ്സിൽ അച്ചടിച്ച ആദ്യ പുസ്തകം ജ്ഞാനപീയൂഷം. സെന്റ് ജോസഫ് പ്രസ്സിൽ അച്ചടിച്ച ആദ്യ പുസ്തകം ജ്ഞാനപീയൂഷം. നസ്രാണി ദീപിക ആദ്യമായി അച്ചടിച്ചത് കോട്ടയത്തെ മന്നാനത്ത് സെന്റ് ജോസഫ് പ്രസ്സിൽ. ഓരോ പള്ളിയോടൊപ്പവും ഓരോ സ്കൂൾ എന്ന സമ്പ്രദായം കൊണ്ടുവന്നത് കുര്യാക്കോസ് ഏലിയാസ് ചാവറ. കേരളത്തിലെ സ്കൂളുകൾക്ക് പള്ളിക്കുടം എന്ന നാമം ലഭിച്ചത് ഈ പദ്ധതി മൂലമാണ്. കേരളത്തിലെ സ്കൂളുകൾക്ക് പള്ളിക്കുടം എന്ന നാമം ലഭിച്ചത് കുര്യാക്കോസ് ഏലിയാസ് ചാവറയുടെ ഓരോ പള്ളിക്കോടൊപ്പം ഓരോ സ്കൂൾ എന്ന സമ്പ്രദായത്തോടൊപ്പമാണ്. ചാവറ അച്ഛന്റെ നേതൃത്വത്തിൽ ആദ്യത്തെ കത്തോലിക്ക സംസ്കൃത സ്കൂൾ ആരംഭിച്ച വർഷം 1846. ചാവറ അച്ഛന്റെ നേതൃത്വത്തിൽ കത്തോലിക്ക സഭയുടെ ആദ്യ സംസ്കൃത സ്കൂളുകൾ സ്ഥാപിച്ച സ്ഥലങ്ങൾ മാന്നാനം, കോട്ടയം, കൂനമാവ്, എറണാകുളം. സിസ്റ്റേഴ്സ് ഓഫ് കോൺഗ്രിഗേഷൻ ഓഫ് മദർ ഓഫ് കാർമൽ CMC എന്ന സന്യാസിനി സഭ സ്ഥാപിച്ച വർഷം 1866. കുര്യാക്കോസ് ഏലിയാസ് ചാവറയെ വാഴ്ത്തപ്പെട്ടവനായി പ്രഖ്യാപിച്ച വർഷം 1986 ഫെബ്രുവരി 8. കുര്യാക്കോസ് ഏലിയാസ് ചാവറയെ വാഴ്ത്തപ്പെട്ടവനായി പ്രഖ്യാപിച്ചത് ജോൺ പോൾ II മാർപ്പാപ്പ. ചാവറ അച്ഛനെ വിശുദ്ധനായി പ്രഖ്യാപിച്ച വർഷം 2014 നവംബർ 23. ചാവറ അച്ഛനെ വിശുദ്ധനായി പ്രഖ്യാപിച്ചത് പോപ്പ് ഫ്രാൻസിസ്. ചാവറ അച്ഛനോടൊപ്പം വിശുദ്ധയായി പ്രഖ്യാപിച്ചത് ഏവു പ്രാസ്യമ്മ. കേരളത്തിലെ സാക്ഷരതയുടെ പിതാവായി അറിയപ്പെടുന്നത് കുര്യാക്കോസ് ഏലിയാസ് ചാവറയാണ്. കേരളത്തിലെ സാക്ഷരതയുടെ പിതാവായി അറിയപ്പെടുന്നത് കുര്യാക്കോസ് ഏലിയാസ് ചാവറ. പിടിയേരി സമ്പ്രദായവുമായി ബന്ധപ്പെട്ട നവോത്ഥാന നായകൻ കുര്യാക്കോസ് ഏലിയാസ് ചാവറ. അമലോദ്ഭവദാസ സംഘം സ്ഥാപിച്ചത് കുര്യാക്കോസ് ഏലിയാസ് ചാവറ. CMI കാർമലൈറ്റ്സ് ഓഫ് മേരി ഇമ്മിക്കുലേറ്റ് സഭ സ്ഥാപിച്ചത് കുര്യാക്കോസ് ഏലിയാസ് ചാവറ. CMI സ്ഥാപിച്ചത് കുര്യാക്കോസ് ഏലിയാസ് ചാവറ. CMI സഭ സ്ഥാപിക്കപ്പെട്ട വർഷം 1831 മെയ് 11. മന്നാനം
കോട്ടയം. ഇന്ത്യയിലെ ആദ്യത്തെ ക്രിസ്തീയ സന്യാസി സഭയായി കണക്കാക്കുന്നത് CMI ആണ്. ഇന്ത്യയിലെ ആദ്യത്തെ ക്രിസ്തീയ സന്യാസി സഭയായി കരുതുന്നത് CMI. സ്ഥാപിച്ചത് കുര്യാക്കോസ് ഏലിയാസ് ചാവറ 1831. CMI സ്ഥാപനങ്ങളിലും പ്രവർത്തനങ്ങളിലും ചാവറയച്ചൻ്റെ സഹകാരികൾ പാലയ്ക്കൽ തോമ മാൽപ്പൻ, പോരുകോര തോമസ് അച്ചൻ. CMI സഭയുടെ ആദ്യ സുപ്പീരിയർ ജനറൽ കുര്യാക്കോസ് ഏലിയാസ് ചാവറ. നിതിരിക്കൽ മാണിക്കത്തനാർ ആരംഭിച്ച പത്രം നസ്രാണി ദീപിക 1887. കുര്യാക്കോസ് ഏലിയാസ് ചാവറ മരണമടഞ്ഞത് 1871 ജനുവരി 3. കുര്യാക്കോസ് ഏലിയാസ് ചാവറ മരണമടഞ്ഞത് 1871 ജനുവരി 3. ചാവറയച്ചൻ അവസാന നാളുകളിൽ കഴിഞ്ഞിരുന്നത് സെന്റ് ഫിലോമിനസ് പള്ളി. പ്രധാന കൃതികൾ: കൂനമാവ് മഠം, നളാഗമം, മരണപർവം, ദാനസല്ലാപങ്ങൾ, സീറോ മലബാർ സഭയുടെ കലണ്ടർ, 40 മണിയുടെ ക്രമം, അനസ്ത്യാസ്യയുടെ രക്തസാക്ഷിത്വം, കനോന നമസ്കാരം, ആത്മാനുതാപം. കുര്യാക്കോസ് ഏലിയാസ് ചാവറ മരണമടഞ്ഞ സ്ഥലം കൂനംമാവ്, കൊച്ചി. കുര്യാക്കോസ് ഏലിയാസ് ചാവറ ഇന്ത്യൻ തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട വർഷം 1987 ഡിസംബർ 20. ഡോക്ടർ പൽപ്പു 1863 to 1950. ഡോക്ടർ പൽപ്പു ജനിച്ചത് 1863 നവംബർ 2. ഡോക്ടർ പൽപ്പു ജനിച്ചത് 1863 നവംബർ 2. പൽപ്പുവിൻ്റെ കുട്ടിക്കാല നാമം കുട്ടിയപ്പി. തിരുവിതാംകൂർ ഈഴവ സഭ സ്ഥാപിച്ചത് ഡോക്ടർ പൽപ്പു 1896. തിരുവിതാംകൂർ ഈഴവ സഭ സ്ഥാപിച്ചത് ഡോക്ടർ പൽപ്പു 1896. ഈഴവ മെമ്മോറിയലിൽ ഒപ്പിട്ടവരുടെ എണ്ണം 13,176. 1900 രണ്ടാം ഈഴവ മെമ്മോറിയൽ സമർപ്പിക്കപ്പെട്ടത് കഴ്സൺ പ്രഭുവിന്. 1900 രണ്ടാം ഈഴവ മെമ്മോറിയൽ സമർപ്പിക്കപ്പെട്ടത് കഴ്സൺ പ്രഭുവിന്. മലയാളി മെമ്മോറിയലിൽ മൂന്നാമത്തെ ഒപ്പുവെച്ചത് ഡോക്ടർ പൽപ്പു. ഇന്ത്യൻ ചരിത്രത്തിലെ നിശബ്ദനായ വിപ്ലവകാരി എന്ന് ഡോക്ടർ പൽപ്പുവിനെ വിശേഷിപ്പിച്ചത് സരോജിനി നായിഡു. ഇന്ത്യൻ ചരിത്രത്തിലെ നിശബ്ദനായ വിപ്ലവകാരി എന്ന് ഡോക്ടർ പൽപ്പുവിനെ വിശേഷിപ്പിച്ചത് സരോജിനി നായിഡു. ഡോക്ടർ പൽപ്പുവിനെ ഈഴവരുടെ രാഷ്ട്രീയ പിതാവ് എന്ന് വിശേഷിപ്പിച്ചത് റിട്ടി ലൂക്കോസ്. ഈഴവ സമുദായത്തിൽ നിന്നും മെഡിക്കൽ ഡിഗ്രി എടുത്ത ആദ്യ വ്യക്തിയാണ് ഡോക്ടർ പൽപ്പു. ഈഴവ സമുദായത്തിൽ നിന്നും മെഡിക്കൽ ഡിഗ്രി എടുത്ത ആദ്യ വ്യക്തി ഡോക്ടർ പൽപ്പു. ഡോക്ടർ പൽപ്പു മൈസൂരിൽ വെച്ച് സ്വാമി വിവേകാനന്ദനെ കണ്ടുമുട്ടിയത് 1882. SNDPയുടെ ആദ്യ വൈസ് പ്രസിഡന്റ് ഡോക്ടർ പൽപ്പു. SNDPയുടെ ആദ്യ വൈസ് പ്രസിഡന്റ് ഡോക്ടർ പൽപ്പു. മൈസൂരിലെ വലിഗർ സമുദായത്തിന്റെ അവകാശങ്ങൾ നേടിയെടുക്കാനുള്ള പോരാട്ടത്തിൽ അവരെ സഹായിച്ച കേരളീയൻ ഡോക്ടർ പൽപ്പു. മലബാർ വ്യവസായവൽക്കരണവുമായി ബന്ധപ്പെട്ട് മലബാർ ഇക്കണോമിക് യൂണിയൻ എന്ന സംഘടന സ്ഥാപിച്ചത് ഡോക്ടർ പൽപ്പു. മലബാർ ഇക്കണോമിക് യൂണിയൻ എന്ന സംഘടന സ്ഥാപിച്ചത് ഡോക്ടർ പൽപ്പു. നടരാജഗുരു ഡോക്ടർ പൽപ്പുവിന്റെ പുത്രനാണ്. മദ്രാസ് മെയിൽ പത്രത്തിൽ തിരുവിതാംകോട്ടൈ തീയൻ എന്ന ലേഖനം എഴുതിയത് ഡോക്ടർ പൽപ്പു. ട്രീറ്റ്മെന്റ് ഓഫ് തിയാസ് ഇൻ ട്രാവൻകൂർ എന്ന പുസ്തകം രചിച്ചത് ഡോക്ടർ പൽപ്പു. 1896 ഈഴവ മെമ്മോറിയലിന് നേതൃത്വം കൊടുത്തത് ഡോക്ടർ പൽപ്പു. 1896 ഈഴവ മെമ്മോറിയലിന് നേതൃത്വം കൊടുത്തത് ഡോക്ടർ പൽപ്പു. ഈഴവ മെമ്മോറിയൽ സമർപ്പിക്കപ്പെട്ടത് ശ്രീമൂലം തിരുനാളിന്. ഈഴവ മെമ്മോറിയൽ സമർപ്പിക്കപ്പെട്ടത് ശ്രീമൂലം തിരുനാളിന്. ഡോക്ടർ പൽപ്പുവിൻ്റെ യഥാർത്ഥ നാമം പത്മനാഭൻ. ഡോക്ടർ പൽപ്പുവിൻ്റെ യഥാർത്ഥ നാമം പത്മനാഭൻ. ഗ്രേറ്റർ ഈഴവ അസോസിയേഷൻ എന്ന സംഘടനയുടെ സ്ഥാപകൻ ഡോക്ടർ പൽപ്പു. ഡോക്ടർ പൽപ്പു ധർമ്മബോധത്തിൽ ജീവിച്ച കർമ്മയോഗി എന്ന പുസ്തകം രചിച്ചത് MK സാനു. ഡോക്ടർ പൽപ്പു ധർമ്മബോധത്തിൽ ജീവിച്ച കർമ്മയോഗി എന്ന പുസ്തകം രചിച്ചത് MK സാനു. സഹോദരൻ അയ്യപ്പൻ 1889 to 1968. സഹോദരൻ അയ്യപ്പൻ ജനിച്ചത് 1889 ഓഗസ്റ്റ് 21 എറണാകുളം ജില്ലയിലെ ചെറായി. കേരളത്തിലെ ആധുനിക പ്രസംഗ സമ്പ്രദായ പിതാവ്
സഹോദരൻ കെ അയ്യപ്പൻ, കേരളത്തിലെ ആധുനിക പ്രസംഗ സമ്പ്രദായ പിതാവ് സഹോദരൻ കെ അയ്യപ്പൻ. സഹോദരൻ അയ്യപ്പൻ സ്ഥാപിച്ച സംഘടന കേരള സഹോദര സംഘം. സഹോദര സംഘം സ്ഥാപിച്ച വർഷം 1917. സഹോദര സംഘത്തിന്റെ മുഖപത്രം സഹോദരൻ. സഹോദരൻ എന്ന പത്രം ആരംഭിച്ചത് എവിടെ നിന്നാണ്? മട്ടാഞ്ചേരി. വേലക്കാരൻ എന്ന പത്രം തുടങ്ങിയത് സഹോദരൻ അയ്യപ്പൻ. പുലയൻ അയ്യപ്പൻ എന്നറിയപ്പെട്ടിരുന്നത് സഹോദരൻ അയ്യപ്പൻ. പുലയൻ അയ്യപ്പൻ എന്നറിയപ്പെട്ടിരുന്നത് സഹോദരൻ അയ്യപ്പൻ. അയ്യപ്പൻ മാസ്റ്റർ എന്നറിയപ്പെട്ടിരുന്നത് സഹോദരൻ അയ്യപ്പൻ. സഹോദരൻ അയ്യപ്പൻ മിശ്ര ഭോജനത്തിന് തുടക്കം കുറിച്ച സ്ഥലം ചെറായി. സഹോദരൻ അയ്യപ്പൻ മിശ്ര ഭോജനത്തിന് തുടക്കം കുറിച്ച സ്ഥലം ചെറായി. സഹോദരൻ അയ്യപ്പൻ സ്ഥാപക എഡിറ്ററായി ആരംഭിച്ച പത്രം യുക്തിവാദി. സഹോദരൻ അയ്യപ്പൻ സ്ഥാപക എഡിറ്ററായി ആരംഭിച്ച പത്രം യുക്തിവാദി. മിശ്ര ഭോജന പ്രസ്ഥാനം ആരംഭിച്ചത് സഹോദരൻ അയ്യപ്പൻ 1917. മിശ്ര ഭോജന പ്രസ്ഥാനം ആരംഭിച്ചത് സഹോദരൻ അയ്യപ്പൻ 1917. വിദ്യാപോഷിണി എന്ന സാംസ്കാരിക സംഘടനയ്ക്ക് രൂപം നൽകിയത് സഹോദരൻ അയ്യപ്പൻ. വിദ്യാപോഷിണി എന്ന സാംസ്കാരിക സംഘടനയ്ക്ക് രൂപം നൽകിയത് സഹോദരൻ അയ്യപ്പൻ. യുക്തിവാദി മാസിക ആരംഭിച്ച വർഷം 1928. യുക്തിവാദി മാസിക ആരംഭിച്ച വർഷം 1928. കൊച്ചി രാജാവ് വീരശൃംഖല നൽകി ആദരിച്ചത് സഹോദരൻ അയ്യപ്പനെ. യുക്തിവാദി മാസികയുടെ ആപ്തവാക്യം യുക്തിയേന്തി മനുഷ്യന്റെ ബുദ്ധിശക്തി ഗണിച്ചതിൽ ലഭിച്ചതല്ലതിലൊന്നും ലോക വിജ്ഞാന രാശിയിൽ. സഹോദരൻ അയ്യപ്പൻ കൊച്ചിൻ ലെജിസ്ലേറ്റീവ് കൗൺസിലിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട വർഷം 1928. സഹോദരൻ അയ്യപ്പൻ 1938 സ്ഥാപിച്ച രാഷ്ട്രീയ പാർട്ടി സോഷ്യലിസ്റ്റ് പാർട്ടി. കൊച്ചി മന്ത്രിസഭയിലും തിരുക്കൊച്ചി മന്ത്രിസഭയിലും അംഗമായിരുന്ന സാമൂഹ്യ പരിഷ്കർത്താവാണ് സഹോദരൻ അയ്യപ്പൻ. കൊച്ചി മന്ത്രിസഭയിലും തിരുക്കൊച്ചി മന്ത്രിസഭയിലും അംഗമായിരുന്ന സാമൂഹ്യ പരിഷ്കർത്താവ് സഹോദരൻ അയ്യപ്പൻ. കർമ്മത്താൽ ചണ്ടാലൻ, കർമ്മത്താൽ ബ്രാഹ്മണൻ ഇപ്രകാരം അഭിപ്രായപ്പെട്ടത് സഹോദരൻ അയ്യപ്പൻ. ജാതി വേണ്ട, മതം വേണ്ട, ദൈവം വേണ്ട മനുഷ്യന് എന്ന സന്ദേശം നൽകിയത് സഹോദരൻ അയ്യപ്പൻ. ജാതി വേണ്ട, മതം വേണ്ട, ദൈവം വേണ്ട മനുഷ്യന് എന്ന സന്ദേശം നൽകിയത് സഹോദരൻ അയ്യപ്പൻ. ജാതി ഒന്ന്, മതമൊന്ന്, കുലമൊന്ന്, ദൈവമൊന്ന്, ലോകമൊന്ന് എന്ന സന്ദേശം നൽകിയത് വൈകുണ്ഠ സ്വാമികൾ. ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം മനുഷ്യന് എന്ന സന്ദേശം നൽകിയത് ശ്രീനാരായണ ഗുരു. SNDP യോഗം പ്രസിഡന്റായി സഹോദരൻ അയ്യപ്പൻ തെരഞ്ഞെടുക്കപ്പെട്ട വർഷം 1940. സഹോദരൻ അയ്യപ്പൻ സ്മാരകം സ്ഥിതി ചെയ്യുന്നത് ചെറായി. സഹോദരൻ അയ്യപ്പൻ അന്തരിച്ചത് 1968 മാർച്ച് 6. സഹോദരൻ അയ്യപ്പൻ അന്തരിച്ചത് 1968 മാർച്ച് 6. വക്കം അബ്ദുൽ ഖാദർ 1873 to 1932. ജനിച്ചത് 1873 ഡിസംബർ 28. വക്കം അബ്ദുൽ ഖാദറിന്റെ ജന്മസ്ഥലം വക്കം, തിരുവനന്തപുരം. വക്കം അബ്ദുൽ ഖാദറിന്റെ പിതാവ് മുഹമ്മദ് കുഞ്ഞ്. കേരള മുസ്ലിം നവോത്ഥാനത്തിന്റെ പിതാവ് വക്കം അബ്ദുൽ ഖാദർ മൗലവി. കേരള മുസ്ലിം നവോത്ഥാനത്തിന്റെ പിതാവ് വക്കം അബ്ദുൽ ഖാദർ മൗലവി. SNDP മാതൃകയിൽ ഇസ്ലാം ധർമ്മ പരിപാലന സംഘം തുടങ്ങിയത് വക്കം അബ്ദുൽ ഖാദർ മൗലവി. SNDP മാതൃകയിൽ ഇസ്ലാം ധർമ്മ പരിപാലന സംഘം തുടങ്ങിയത് വക്കം അബ്ദുൽ ഖാദർ മൗലവി. ഐക്യ മുസ്ലിം സംഘം, അഖില തിരുവിതാംകൂർ മുസ്ലിം മഹാജനസഭ, ചിറയൻകീഴ് താലൂക്ക് മുസ്ലിം സമാജം എന്നീ സംഘടനകൾ സ്ഥാപിച്ചത് വക്കം അബ്ദുൽ ഖാദർ മൗലവി. ഐക്യ മുസ്ലിം സംഘം, അഖില തിരുവിതാംകൂർ മുസ്ലിം മഹാജനസഭ, ചിറയൻകീഴ് താലൂക്ക് മുസ്ലിം സമാജം എന്നീ സംഘടനകൾ സ്ഥാപിച്ചത് വക്കം അബ്ദുൽ ഖാദർ മൗലവി. ഇസ്ലാമിയ പബ്ലിഷിംഗ് ഹൗസ് സ്ഥാപിച്ചത് വക്കം അബ്ദുൽ ഖാദർ മൗലവി. സ്വദേശാഭിമാനി പത്രത്തിന്റെ സ്ഥാപകൻ വക്കം അബ്ദുൽ ഖാദർ മൗലവി. സ്വദേശാഭിമാനി പത്രത്തിന്റെ സ്ഥാപകൻ വക്കം അബ്ദുൽ ഖാദർ മൗലവി. സ്വദേശാഭിമാനി പത്രം 5 തെങ്ങിൽ സ്ഥാപിച്ചത് 1905 ജനുവരി 19.
വക്കം അബ്ദുൽ ഖാദർ മൗലവി ആരംഭിച്ച മാസികകൾ മുസ്ലിം 1906, അൽ ഇസ്ലാം 1918, ദീപിക 1931. സ്വദേശാഭിമാനി പത്രത്തിന്റെ സ്ഥാപകൻ വക്കം അബ്ദുൽ ഖാദർ മൗലവി. സ്വദേശാഭിമാനി പത്രം അഞ്ചുതെങ്ങിൽ സ്ഥാപിതമായത് 1905 ജനുവരി 19. വക്കം അബ്ദുൽ ഖാദർ മൗലവി ആരംഭിച്ച മാസികകൾ മുസ്ലിം 1906, അൽ ഇസ്ലാം 1918, ദീപിക 1931. ഖുർആൻ ആദ്യമായി മലയാളത്തിൽ പരിഭാഷപ്പെടുത്തിയ പ്രസിദ്ധീകരണം ദീപിക. സ്വദേശാഭിമാനി പത്രം തിരുവനന്തപുരത്തു നിന്ന് പ്രസിദ്ധീകരണം ആരംഭിച്ച വർഷം 1907. സ്വദേശാഭിമാനി പത്രത്തിന്റെ ആദ്യ എഡിറ്റർ CP ഗോവിന്ദപിള്ള. സ്വദേശാഭിമാനി പത്രത്തിന്റെ ആദ്യ എഡിറ്റർ CP ഗോവിന്ദപിള്ള. ഇസ്ലാം മത സിദ്ധാന്ത സംഗ്രഹം എഴുതിയത് വക്കം അബ്ദുൽ ഖാദർ മൗലവി. ദ ഉസ്വബാഹ് എന്ന ഗ്രന്ഥത്തിന്റെ കർത്താവ് വക്കം അബ്ദുൽ ഖാദർ മൗലവി. രാമകൃഷ്ണപിള്ള സ്വദേശാഭിമാനി പത്രത്തിന്റെ എഡിറ്ററായ വർഷം 1906. രാമകൃഷ്ണപിള്ള സ്വദേശാഭിമാനി പത്രത്തിന്റെ എഡിറ്ററായ വർഷം 1906. സ്വദേശാഭിമാനി പത്രം തിരുവിതാംകൂർ സർക്കാർ നിരോധിച്ച വർഷം 1910. വക്കം അബ്ദുൽ ഖാദർ മൗലവി മരണമടഞ്ഞത് 1932 ഒക്ടോബർ 31. വക്കം അബ്ദുൽ ഖാദർ മൗലവി മരണമടഞ്ഞ വർഷം 1932 ഒക്ടോബർ 31. സ്വദേശാഭിമാനി വക്കം മൗലവി എന്ന കൃതി രചിച്ചത് ഡോക്ടർ ജമാൽ മുഹമ്മദ്. സ്വദേശാഭിമാനി രാമകൃഷ്ണ പിള്ള 1878 to 1916. സ്വദേശാഭിമാനി രാമകൃഷ്ണ പിള്ളയുടെ ജന്മസ്ഥലം നെയ്യാറ്റിൻകര, തിരുവനന്തപുരം. സ്വദേശാഭിമാനി രാമകൃഷ്ണ പിള്ളയുടെ വീടിന്റെ പേര് കുടില്ല വീട്, അതിയന്നൂർ. സ്വദേശാഭിമാനി രാമകൃഷ്ണ പിള്ളയുടെ ആത്മകഥ എൻ്റെ നാടുകടത്തൽ, മൈ ബണിഷ്മെന്റ്. സ്വദേശാഭിമാനി രാമകൃഷ്ണ പിള്ളയുടെ ആത്മകഥ എൻ്റെ നാടുകടത്തൽ. കേരളൻ എന്ന തൂലിക നാമത്തിൽ അറിയപ്പെടുന്നത് സ്വദേശാഭിമാനി രാമകൃഷ്ണ പിള്ള. കേരളൻ എന്ന തൂലിക നാമത്തിൽ അറിയപ്പെടുന്നത് സ്വദേശാഭിമാനി രാമകൃഷ്ണ പിള്ള. കേരളൻ എന്ന മാസിക ആരംഭിച്ചത് സ്വദേശാഭിമാനി രാമകൃഷ്ണ പിള്ള. കേരളൻ എന്ന മാസിക ആരംഭിച്ചത് സ്വദേശാഭിമാനി രാമകൃഷ്ണ പിള്ള. രാമകൃഷ്ണ പിള്ള പത്രാധിപർ ആയിരുന്ന മറ്റു പത്രങ്ങൾ കേരള ദർപ്പണം, മലയാളി, ശാരദ, വിദ്യാർത്ഥി. പത്രപ്രവർത്തകരുടെ ബൈബിൾ എന്നറിയപ്പെടുന്ന രാമകൃഷ്ണ പിള്ളയുടെ കൃതി വൃത്താന്ത പത്രപ്രവർത്തനം. പത്രപ്രവർത്തനത്തെക്കുറിച്ചുള്ള മലയാളത്തിലെ ആദ്യത്തെ പുസ്തകമാണ് വൃത്താന്ത പത്രപ്രവർത്തനം. കാൾ മാർക്സിന്റെ ജീവചരിത്രം ആദ്യമായി ഒരു ഇന്ത്യൻ പരിഭാഷയിലേക്ക് വിവർത്തനം ചെയ്തത് സ്വദേശാഭിമാനി രാമകൃഷ്ണ പിള്ള. മലയാളത്തിൽ കാൾ മാർക്സിന്റെ ജീവചരിത്രം ആദ്യമായി ഒരു ഇന്ത്യൻ ഭാഷയിലേക്ക് വിവർത്തനം ചെയ്തത് സ്വദേശാഭിമാനി രാമകൃഷ്ണ പിള്ള. ഗാന്ധിജിയെക്കുറിച്ച് ആദ്യമായി മലയാളത്തിൽ രചന നടത്തിയത് സ്വദേശാഭിമാനി രാമകൃഷ്ണ പിള്ളയാണ്. ഗാന്ധിജിയെക്കുറിച്ച് ആദ്യമായി മലയാളത്തിൽ രചന നടത്തിയത് സ്വദേശാഭിമാനി രാമകൃഷ്ണ പിള്ള. തിരുവിതാംകൂറിൽ നിന്ന് നാട് കടത്തപ്പെട്ട ആദ്യ പത്രാധിപൻ സ്വദേശാഭിമാനി രാമകൃഷ്ണ പിള്ള. തിരുവിതാംകൂറിൽ നിന്നും നാട് കടത്തപ്പെട്ട ആദ്യ പത്രാധിപൻ. സ്വദേശാഭിമാനി രാമകൃഷ്ണ പിള്ളയെ നാട് കടത്തിയത് 1910 സെപ്റ്റംബർ 26. സ്വദേശാഭിമാനി രാമകൃഷ്ണ പിള്ളയെ നാട് കടത്തിയ സമയത്തെ തിരുവിതാംകൂർ രാജാവ് ശ്രീ മൂലം തിരുനാൾ. ഭയകൗടില്യ ലോപങ്ങൾ വളർത്തുകയില്ലൊരു നാടിനെ എന്ന മുഖ്യ കുറിപ്പോടെ പ്രസിദ്ധീകരിച്ചിരുന്ന പത്രമാണ് സ്വദേശാഭിമാനി. ഉണരുവിൻ, അഖിലേശനെ സ്മരിപ്പിൻ, ക്ഷണമെഴുന്നേപ്പിൻ, അനീതിയോടെ തീർപ്പിൻ എന്ന മുഖക്കുറിപ്പോടെ പ്രസിദ്ധീകരിച്ച മാസിക അഭിനവ കേരളം. സ്വദേശാഭിമാനി രാമകൃഷ്ണ പിള്ളയെ നാട് കടത്തിയ ദിവാൻ പി രാജഗോപാലാചാരി. സ്വദേശാഭിമാനി രാമകൃഷ്ണ പിള്ളയെ നാട് കടത്തിയ ദിവാൻ പി രാജഗോപാലാചാരി. സ്വദേശാഭിമാനി രാമകൃഷ്ണ പിള്ളയെ നാട് കടത്തിയ സ്ഥലം തിരുനെൽവേലി. സ്വദേശാഭിമാനി രാമകൃഷ്ണ പിള്ള അന്തരിച്ച വർഷം 1916. ധർമ്മരാജ എന്ന നോവൽ എഴുതിയത് CV രാമൻ പിള്ള. ധർമ്മരാജ നിരൂപണം
എഴുതിയത് സ്വദേശാഭിമാനി രാമകൃഷ്ണ പിള്ള. ധർമ്മരാജ എന്ന നോവൽ എഴുതിയത് CB രാമൻ പിള്ള. ധർമ്മരാജ നിരൂപണം എഴുതിയത് സ്വദേശാഭിമാനി രാമകൃഷ്ണ പിള്ള. സ്വദേശാഭിമാനി സ്മാരകം സ്ഥിതി ചെയ്യുന്നത് പയ്യാമ്പലം. സ്വദേശാഭിമാനി രാമകൃഷ്ണ പിള്ളയുടെ പ്രതിമ സ്ഥാപിച്ചിരിക്കുന്നത് പാളയം, തിരുവനന്തപുരം. സ്വദേശാഭിമാനി രാമകൃഷ്ണ പിള്ളയുടെ പ്രതിമ സ്ഥാപിച്ചിരിക്കുന്നത് പാളയം, തിരുവനന്തപുരം. തിരുവനന്തപുരത്ത് സ്വദേശാഭിമാനിയുടെ പ്രതിമ അനാച്ഛാദനം ചെയ്തത് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. വ്യാഴവട്ട സ്മരണകൾ എന്ന കൃതി രചിച്ചത് വി കല്യാണിക്കുട്ടിയമ്മ, രാമകൃഷ്ണ പിള്ളയുടെ പത്നി. പ്രധാന കൃതികൾ: കാൾ മാർക്സ്, സോക്രട്ടീസ്, മോഹൻദാസ് ഗാന്ധി, ബെഞ്ചമിൻ ഫ്രാങ്ക്ലിൻ, വാമനൻ, ബാലകലേശ നിരൂപണം, നരകത്തിൽ നിന്ന് കേരള ഭാഷോൽപത്തി.